ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്യാഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമ്മുടെ ടോപ്പിക്കാണ് യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ് നമ്മൾ ബേസിക്കായിട്ട് നമുക്കറിയാം യൂണിറ്റ്സ് ഇമ്പോർട്ടൻസ്. നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോക്യാഡിലും അതേപോലെ തന്നെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കീ ആണ് UN. യൂണിറ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി UN എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ UN എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഡ്രോയിങ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് യൂണിറ്റ്സിൽ മെട്രിക് യൂണിറ്റ് ഉണ്ട്, അതേപോലെ ഇംപീരിയൽ യൂണിറ്റ് ഉണ്ട്. മെട്രിക് യൂണിറ്റ് കാറ്റഗറിയിലാണ് നമ്മുടെ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, അതേപോലെ കിലോമീറ്റർ വരുന്നത്. ഇംപീരിയലിൻ്റെ കാറ്റഗറിയിലാണ് നമ്മുടെ ഫീറ്റ്, ഇഞ്ചസ് ഒക്കെ വരുന്നത്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോയിങ് യൂണിറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പിൽ നമ്മളിവിടെ ആരോ ടൈപ്പിൻ്റെ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസിമൽ ഉണ്ട്, ആർക്കിടെക്ചറൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്, സയൻറ്റിഫിക് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് 5 കാറ്റഗറിയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്കിടെക്ചർ ആദ്യം നോക്കാം. ആർക്കിടെക്ചർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് പ്രിസീഷൻ വാല്യൂ കാണും. അതേപോലെ നമുക്ക് സാമ്പിൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കിടെക്ചർ ആക്ച്വലി ഫീറ്റും ഇഞ്ചസിലാണ് ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പം ആർക്കിടെക്ചറിൻ്റെ വാല്യൂ ഇൻ കേസ് 6 feet 6 inch ആണെങ്കിൽ അത് റീഡ് ചെയ്യുന്നത് 6 feet and 1.5 feet അപ്പോൾ അത് റീഡ് ചെയ്യാൻ നമുക്ക് ടഫായിരിക്കും, മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പാടായിരിക്കും. അതുകൊണ്ട് ജനറലി ആർക്കിടെക്ചർ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെയുള്ളതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് നമ്മൾ ഒബ്വിയസ്ലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിസിഷൻ കാണാം. ഓക്കെ, പ്രിസിഷനിൽ നോക്കുകയാണെങ്കിൽ പ്രിസിഷൻ ആക്ച്വലി നമുക്ക് 0.0. ഓക്കെ, അത് ഡെസിമലിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ എഞ്ചിനീയറിംഗ് ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ ഫീറ്റ് ആൻഡ് ഇഞ്ചസിലാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ നമ്മൾ ഫീറ്റ് ആൻഡ് ഇഞ്ചസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ നമ്മുടെ ഇവിടെ ഏറ്റവും ചെറിയ പാരാമീറ്റർ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇൻസർഷൻ സ്കെയിലിൽ ചെറിയ യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഫീറ്റ് ആൻഡ് ഇഞ്ചസിൽ ഒബ്വിയസ്ലി ഇഞ്ചസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ബിക്കോസ് അത് ചെറിയ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഫീറ്റ് ആൻഡ് ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ചെറിയ യൂണിറ്റ് സെറ്റ് ചെയ്യണം ഈ കാറ്റഗറിയിൽ. അവിടെ നമ്മൾ ഇഞ്ചസ് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വന്നു 0 feet 0 inches ആ കാറ്റഗറിയിലാണ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിളും കാണാൻ പറ്റും നമുക്ക് സാമ്പിൾ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന്. നെക്സ്റ്റ് കാറ്റഗറിയാണ് നമ്മുടെ ഡെസിമൽ. ഓക്കെ, ഡെസിമലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഫ്രാക്ഷൻ, അതേപോലെ സയൻറ്റിഫിക് ജനറലി നമ്മൾ യൂസ് ചെയ്യാറില്ല. ഡെസിമലാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ ഡെസിമലിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിസിഷൻ വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, പ്രിസിഷൻ 0.0 അതായത് 1.2 നമുക്ക് വാല്യൂ നമുക്ക് വരയ്ക്കണമെങ്കിൽ 0.0 എടുക്കണം. അതേപോലെ 1.23 എടുക്കണമെങ്കിൽ 0.00 എടുക്കണം. 1.234 എടുക്കണമെങ്കിൽ നമുക്ക് 0.000 സെറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമുക്ക് പ്രിസിഷൻ, അല്ലെങ്കിൽ എത്ര ഡീറ്റെയിലിംഗ് ആണോ അതനുസരിച്ചാണ് നമ്മൾ പ്രിസിഷൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഞാൻ 0 ആയിട്ട് വാല്യൂ എടുക്കുകയാണ്, ആദ്യം കോംപ്ലിക്കേറ്റ് ആക്കണ്ട. അപ്പോൾ 0 ആയിട്ട് വാല്യൂ എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എനിക്ക് വേണ്ടിയ സ്കെയിൽ, ഡെസിമലിൽ നമുക്ക് എന്ത് സ്കെയിൽ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടിയ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഓക്കെ, സെൻറ്റിമീറ്റർ ഇപ്പോൾ ഞാൻ എടുക്കാം, മില്ലിമീറ്റർ എടുക്കാം, സെൻറ്റിമീറ്റർ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? UN അടിക്കണം, എൻ്റർ അടിക്കണം. അപ്പോൾ നമുക്ക് ഡ്രോയിങ് യൂണിറ്റ്സ് വരും. ഇവിടെ നമുക്ക് ഡെസിമൽ സെലക്ട് ചെയ്തു, അതേപോലെ പ്രിസിഷൻ നമുക്ക് സെറ്റ് ചെയ്തു. അതേപോലെ ഏത് യൂണിറ്റ് വേണോ നമുക്ക് എടുക്കാം, മില്ലിമീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്റിമീറ്റർ എടുത്തു, ഓക്കെ പ്രസ് ചെയ്തു. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള ലൈൻ വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ലൈൻ വരയ്ക്കാൻ നമ്മുടെ കോഡ് എന്തായിരുന്നു? L എൻ്റർ അല്ലേ? ലൈൻ വരയ്ക്കാം, L എൻ്റർ ആണ്. L എൻ്റർ അടിച്ചു. എന്നിട്ട് ഞാനിവിടെ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് താഴെ നമ്മുടെ കമാൻഡ് ലൈനിലും കൂടെ നോക്കിയാൽ മതി. എന്താണ് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. ഇപ്പം F8 ഇൻ കേസ് നിങ്ങൾ ഇനീഷ്യലി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ ഓർത്തോ മോഡ് ഓൺ ചെയ്യണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. F8 പ്രസ് ചെയ്യണം. F8 പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ വാല്യൂ അടിക്കുകയാണ് 100. 100 അടിക്കും, ഡയറക്ഷൻ കാണിച്ചു, എന്നിട്ട് 100 അടിച്ചു, എന്നിട്ട് എൻ്റർ. എന്നിട്ട് താഴോട്ട് കാണിക്കുകയാണെങ്കിൽ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ താഴോട്ടും വരയ്ക്കാം 50. എന്നിട്ട് ഈ സൈഡ് ഡയറക്ഷൻ അഗെയിൻ 100, എൻ്റർ. എന്നിട്ട് മേളിലോട്ട് ഡയമെൻഷൻ കാണിച്ചു, എന്നിട്ട് 50, ക്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോസ് ആയി. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു, ലൈൻ്റെ കമാൻഡ് വെച്ച് നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി നമുക്ക് ഡയമെൻഷൻ കൂടി ചെയ്യണം. ഇതിൻ്റെ ഡയമെൻഷൻ നമ്മൾ വരച്ചത് കറക്റ്റ് ആണോ എന്ന് കൂടെ നോക്കണ്ടേ, എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് കറക്റ്റ് ആണെന്ന്. അപ്പോൾ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട, നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ നമ്മുടെ ലീനിയർ ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ലീനിയർ ഡയമെൻഷൻ്റെ
ഒന്നുകിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഷോർട്ട് കീ പ്രസ് ചെയ്യണം. ഷോർട്ട് കീ എന്താണ്? DLI. അതാണ് നമ്മുടെ ലീനിയർ ഡയമെൻഷൻ. ഓക്കെ, DLI എൻ്റർ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് പോയിൻറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് സെക്കൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഓക്കെ ആണ് അല്ലേ? ഓക്കെ ആണ്, നമ്മുടെ ഡയമെൻഷൻ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്യണം, ഇനീഷ്യൽ സ്റ്റേജ് ഡയമെൻഷൻ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? D എൻ്റർ അടിക്കണം. ഓക്കെ, D എൻ്റർ അടിച്ചു. അപ്പം നമുക്ക് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറാണ് ഓപ്പൺ ആകുന്നത്. അതിൽ നമ്മൾ സ്റ്റാൻഡേർഡിൽ പോവുക, അതേപോലെ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രൈമറി യൂണിറ്റ്സിൽ പോവുക. പ്രൈമറി യൂണിറ്റ്സിൽ നമുക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ അവിടെ സെറ്റ് ചെയ്തത് അതാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഡെസിമൽ, ഇവിടെ പ്രൊസിഷൻ എന്തായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇവിടെ നമുക്ക് കാറ്റഗറി കാണാൻ പറ്റും. ഇപ്പോൾ പ്രൊസിഷൻ എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 0.0 ആണെങ്കിൽ ഇവിടെ നിന്ന് കാണാം 28.2 വരുന്നു. അപ്പോൾ 0.00 ആണെങ്കിൽ 28.22 വരും. അപ്പോൾ നമ്മുടെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഈ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അത്ര എക്സാക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രിസിഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തത് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ സെറ്റ് കറണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുക. ഒന്നുകൂടെ DLI എൻ്റർ, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ കാണിച്ചു. ഓക്കെ, അപ്പോൾ അഗെയിൻ D എൻ്റർ അടിക്കുക. ഡയമെൻഷൻ സ്റ്റൈൽ ഓപ്പണായി. മോഡിഫൈ ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ സിമ്പിൾ ആൻഡ് ലൈൻസിൽ പോകണം. ലൈൻസിൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഫിക്സ്ഡ് ലെങ്ത് എക്സ്റ്റൻഷൻ ഞാനിപ്പം അൺടിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഡയമെൻഷൻ ഉണ്ട്. ഇതാണ് ജനറലി ഇനീഷ്യൽ സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് ഓക്കെ കൊടുത്തു, എന്നിട്ട് സെറ്റ് കറണ്ട് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഡയമെൻഷൻ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്തതും കൂടെ ഡയമെൻഷൻ ആണെങ്കിൽ DLI എൻ്റർ, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഓക്കെ. അഗെയിൻ പിന്നെ എനിക്ക് ഡയമെൻഷൻ ആക്ടിവേറ്റ് ആവണമെങ്കിൽ എൻ്റർ അടിക്കണം, അല്ലെങ്കിൽ സ്പേസ്, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അടിച്ചു. അഗെയിൻ സ്പേസ് അടിച്ചു, സ്പേസ് അല്ലെങ്കിൽ എൻ്റർ, രണ്ടും ഏത് വേണോ പ്രസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പോയിൻ്റ് പ്രസ് ചെയ്തു, എന്നിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ നമുക്ക് ഡയമെൻഷൻ ചെയ്യാം ഒരു രീതി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം അഗെയിൻ ഞാൻ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, 50 എൻ്റർ, താഴെ ഡയറക്ഷൻ കൊടുത്തു 50 എൻ്റർ, താഴെ ഇങ്ങോട്ട് ഡയറക്ഷൻ കൊടുത്തു 50 എൻ്റർ, ഇങ്ങോട്ട് ഡയറക്ഷൻ കൊടുത്തു 50 എൻ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു വേറെ വ്യത്യസ്ത രീതിയിൽ മോഡിഫൈ ചെയ്ത് ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ക്ലിക്ക് ചെയ്യും, സ്റ്റാൻഡേർഡിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ സിമ്പിൾ ആൻഡ് ആരോ. ഓക്കെ, സിമ്പിൾ ആൻഡ് ആരോയിൽ പോയി ആരോൻ്റെ സൈസ് ഇൻ കേസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. കാണാൻ പറ്റും നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുമ്പോൾ എന്താണ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 5 എന്നാക്കുവാണ്. എന്നിട്ട് ഞാനിവിടെ ഇതിനകത്ത് പോയി മോഡിഫൈ ചെയ്തിട്ട് ഞാൻ ഡോട്ട് ആക്കുക. ഓക്കെ, വേറെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ലൈൻസിൽ പോയി ഞാൻ ഇതിനെ ഫിക്സ്ഡ് എൻഡ് ആക്കുക. അപ്പം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഡയമെൻഷൻ ചെയ്യുമ്പോൾ ചില സിറ്റുവേഷനിൽ മനസ്സിലാകത്തില്ല. ഇവിടെ കോംപ്ലക്സ് ഡയഗ്രാമൊക്കെ വരയ്ക്കുമ്പോൾ മനസ്സിലാകത്തില്ല എങ്ങനെ ഡയമെൻഷൻ ചെയ്തിരുന്നത്. ഓക്കെ, അത് ഞാൻ ഇതിനെ ടിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഈ ഡയമെൻഷൻ എവിടെ നിന്നാണോ ആവുന്നത് ആ ലൈനങ്ങ് മായും. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? സെറ്റ് കറണ്ട് കൊടുത്തു, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിലായി നമ്മുടെ ഡയമെൻഷൻ മാറും. അഗെയിൻ DLI ഞാൻ പ്രസ് ചെയ്തു. ഇനി ഞാൻ വരയ്ക്കുമ്പോൾ എന്താണാവുന്നത്? ഞാൻ ഇവിടെ തൊട്ട് വരയ്ക്കുമ്പോൾ എനിക്ക് ഈ രീതിയിലാണ് വരുന്നത്. എൻ്റർ അടിച്ചു, ഇവിടെ നിന്ന് ഈ രീതിയിൽ വരയ്ക്കുമ്പോൾ അഗെയിൻ ഡയമെൻഷൻ സ്റ്റൈൽ നമ്മുടെ ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ അഗെയിൻ D എൻ്റർ അടിക്കണം, മോഡിഫൈയിൽ പോകണം. ഓക്കെ, മോഡിഫൈയിൽ ഇവിടെ ടെക്സ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ടെക്സ്റ്റ് ഹൈറ്റ് ഫോർ എക്സാമ്പിൾ കൂട്ടണം 6, എൻ്റർ അടിച്ചു, കുറച്ചുകൂടെ സൈസ് കൂടി, സെറ്റ് കറണ്ട്, ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ സൈസ് നമ്മൾ അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കളർ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം, ഡയമെൻഷനെ പറ്റിയുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് യൂണിറ്റ്സും അതേപോലെ ഡയമെൻഷനും രണ്ടും കൂടെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് യൂണിറ്റിനെ സെറ്റ് ചെയ്ത് നമ്മൾ ഡയമെൻഷൻ സെറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സർക്കിൾ വരയ്ക്കാം. സർക്കിൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ് അല്ലേ. അപ്പം സർക്കിളിൻ്റെ ഷോർട്ട് കീ എന്താണ്? C എൻ്റർ ചെയ്തു, ഇവിടെ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പം ഞാനൊരു 30 കൊടുക്കുകയാണ്. ഓക്കെ, 30 വാല്യൂ കൊടുത്തു. 30ൻ്റെ നമ്മൾ സർക്കിൾ വരച്ചു.
ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് റേഡിയസ് ആണ് കൊടുക്കേണ്ടത്, റേഡിയസ് ആണ് ഡയമെൻഷനായിട്ട് കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം, ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കീ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഷോർട്ട് കീ നമ്മുടെ ഇതിൻ്റെ ഷോർട്ട് കീ ആണ് DRA. ഓക്കെ, അപ്പോൾ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ DRA പ്ലസ് ചെയ്യണം, ഇവിടെ നമ്മുടെ ഏതാണോ സർക്കിൾ അവിടെ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതാണ് നമ്മുടെ റേഡിയസിൻ്റെ നമുക്ക് ഡയമെൻഷൻ ചെയ്യുന്ന രീതി. ഓക്കെ. അതേപോലെ സർക്കിൾ ആണെങ്കിൽ സർക്കിൾ ഞാൻ ഡയമീറ്റർ വെച്ച് വരയ്ക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 50 വെച്ച് വരയ്ക്കും. എന്നിട്ട് എനിക്ക് ഡയമീറ്റർ ആണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡയമീറ്റർ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ ഡയമീറ്റർ കൊടുത്തു. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ ആണ് DDI. അടിച്ചു, എൻ്റർ അടിച്ചു, സർക്കിൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഡയമീറ്റർ മാർക്ക് ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ സർക്കിൾ, നമ്മുടെ റേഡിയസിൻ്റെയും അതേപോലെ സർക്കിളിൻ്റെയും നമ്മൾ ഡയമീറ്ററും അതേപോലെ റേഡിയസും നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആംഗുലർ. അപ്പോൾ ആംഗുലർ മെഷർമെൻറ്റ് ചെയ്യണം. ഓക്കെ, ആംഗുലർ മെഷർമെൻറ്റ് ചെയ്യാൻ ആദ്യം ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ലൈൻ എടുത്തു, L എൻ്റർ, ഇവിടെ നിന്ന് താഴോട്ട് വരച്ച് ഡയമെൻഷൻ കാണിച്ചു 100 സെൻറ്റിമീറ്റർ. അതേപോലെ ഇങ്ങോട്ട് ഒരു 60 സെൻറ്റിമീറ്റർ, ബിക്കോസ് ഞാൻ സെൻറ്റിമീറ്ററാണ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, 60. പിന്നെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുകയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഡയമെൻഷൻ ചെയ്യുകയാണ്. ഡയമെൻഷൻ ചെയ്യുമ്പോൾ DLI ഷോർട്ട് കീ നമുക്ക് ഓൾറെഡി അറിയാം, എൻ്റർ, ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റർ അഗെയിൻ അടിച്ചു, ഇവിടെ നിന്ന് ഇവിടം വരെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് ഓക്കെ. ഇനി നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് എൻ്റർ അടിച്ച് തന്നെ ഞാൻ പിന്നും വരയ്ക്കാൻ നോക്കുക, ഈ സ്ലോപ്ഡ് ആയിട്ടുള്ള ഡയമെൻഷൻ ഇതും കൂടെ ചെയ്യാൻ നോക്കുക. അപ്പോൾ രണ്ടും കൂടെ ഞാൻ ചെയ്തപ്പോൾ പക്ഷേ എനിക്ക് സ്ലോപ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡൗട്ട് വരുന്നെങ്കിൽ സ്ലോപ്ഡ് ആയിട്ടുള്ള ഡയമെൻഷൻ വരുന്നത് ഞാൻ മേളിൽ നിന്ന് താഴോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇനി താഴെ നിന്ന് മേളിലോട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ഞാൻ അടിച്ചു, താഴെ നിന്ന് മേളിലോട്ട്, അപ്പോഴും എനിക്ക് കറക്റ്റ് വരുന്നില്ല. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഗ്രീൻ സെലക്ഷൻ എടുത്ത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എനിക്ക് ഈ ഒരു നമ്മുടെ സ്ലോപ്ഡ് ആയിട്ടുള്ള ഡയമെൻഷൻ അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ ആണെങ്കിൽ നമ്മുടെ ലീനിയർ ഡയമെൻഷൻ, അതായത് ഇത് ആക്ടിവേറ്റ് ആവത്തില്ല. അപ്പോൾ നമ്മുടെ അലൈൻഡ് ഡയമെൻഷനാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നമ്മുടെ അലൈൻഡ് ആയിട്ടുള്ള സംഭവം നമ്മൾ എടുത്തു, എന്നിട്ട് വരച്ചു നോക്കി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഷോർട്ട് കീ എന്താണ്? DAL. ഓക്കെ, DAL അടിക്കുക, എൻ്റർ അടിക്കുക, ഏതാണോ പോയിൻ്റ് അത് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഡയമെൻഷൻ, ഓക്കെ, ഇവിടെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഗ്രീൻ സെലക്ഷൻ എടുത്ത് ആവശ്യമുള്ളത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് അപ്പോൾ ചരിഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അലൈൻഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് DLI, DAL, ആംഗുലർ. ഇപ്പോൾ ആംഗുലർ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതെടുക്കാൻ പറ്റും. ഓക്കെ, ആംഗുലർ ഡയമെൻഷൻ നമുക്ക് കാണിക്കണം. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്തു, ഈ ലൈൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ നമുക്ക് ആംഗുലർ ഡയമെൻഷൻ ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ DAN. ഓക്കെ, DAN അടിച്ചു, എൻ്റർ അടിച്ചു, ഏത് ലൈനാണ് ഈ രണ്ട് ലൈൻ സെലക്ട് ചെയ്തു, DAN ആണ് ഇതിൻ്റെ ഷോർട്ട് കീ. അഗെയിൻ എൻ്റർ അടിച്ചു, അല്ലെങ്കിൽ DAN ഒന്നുകൂടെ കാണിച്ചു തരാം, DAN, എൻ്റർ, ഏതാണ് ഈ രണ്ട് ലൈനിൻ്റെ ഡയമെൻഷൻ ഞാനിങ്ങനെ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമെൻഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ആർക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ എന്നാലും അതും കൂടെ കാണിച്ചു തരാം. ആർക്ക് നമ്മൾ എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ആർക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതും നമുക്കുണ്ട്. ഇവിടെ ആർക്ക് ലെങ്ത് ക്ലിക്ക് ചെയ്താൽ ആർക്കിൻ്റെ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ DAR ആണ് ഷോർട്ട് കീ, DAR, എൻ്റർ. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത് നമുക്ക് കാണണമെങ്കിൽ അതും നമുക്ക് കാണാൻ പറ്റും, DAR, എൻ്റർ. ഓക്കെ, അപ്പം ആർക്കിൻ്റെ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആവശ്യമുള്ളത് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇത് ആർക്കിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ അതേപോലെയാണ് നമുക്ക് എല്ലാ കാറ്റഗറിയും. ലീനിയർ ഡയമെൻഷൻ ഉണ്ട്, അലൈൻഡ് ചരിഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ, ആംഗിളിൻ്റെ ഡയമെൻഷൻ നമ്മൾ ചെയ്യണം, അതേപോലെ ആർക്കിൻ്റെ ലെങ്ത് ചെയ്യണം, അതേപോലെ റേഡിയസ് ചെയ്യണം, അതേപോലെ ഡയമീറ്റർ ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഷോർട്ട് കീ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡയമീറ്ററിൻ്റെ ആണെങ്കിൽ DDI, DAR, നമുക്ക് അതിനോട് നോക്കാം. DDI അടിക്കുന്നത് ഡയമീറ്ററിൻ്റെ. ഓക്കെ, അതേപോലെ DAR അടിക്കുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? നമ്മുടെ ഡയമെൻഷൻ ആർക്കാണ്. ഓക്കെ, അപ്പം ആർക്കിൻ്റെ ഡയമെൻഷൻ വരും. അപ്പോൾ ആർക്കായിട്ടുള്ള വരയ്ക്കുന്ന അതിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ DAR. ഓക്കെ, അതേപോലെ DRA ആണെങ്കിൽ നമ്മുടെ എന്താണ് റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ DRA ആണ്. ഓക്കെ, അതേപോലെ DAL ആണെങ്കിൽ അലൈൻഡ് ചരിഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ ആണെങ്കിൽ DAL ആണ്. ഓക്കെ, അതേപോലെ DDI ആണെങ്കിൽ നമ്മുടെ ഡയമീറ്റർ ആണെങ്കിൽ DDI ആണ്. ഓക്കെ,
പിന്നെ ഏതാണുള്ളത് DIM അല്ലെങ്കിൽ DLI. നമ്മുടെ ലീനിയർ ഡയമെൻഷൻ ആണെങ്കിൽ DLI ആണ്. അതാണ് ഇത്രയും നോട്ട് ചെയ്യണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയമെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾ നോട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തത് എന്താണ്, യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം, അതിനെ നോട്ട് ചെയ്യുന്ന എന്തൊക്കെ പാരാമീറ്ററാണ്, അതേപോലെ ഡയമെൻഷൻ ചെയ്യുമ്പോഴും ആ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. അതേ യൂണിറ്റ് സെറ്റ് ചെയ്താലേ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡ്രോയിങ് നമ്മൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയാണ് നമ്മൾ യൂണിറ്റ്സ്. അതേപോലെ ചെറുതായിട്ട് ഡയമെൻഷൻ നോക്കി നമ്മൾ ഡയമെൻഷൻ കുറച്ചുകൂടെ ഉണ്ട്. ഇത് മാത്രമല്ല കുറേ കൂടുതലും കൂടെ ഉണ്ട് ഡയമെൻഷൻ. നമ്മൾ സ്റ്റൈൽ മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ നോക്കാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു സെഷനും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട്.